ഹലോ, ഗുഡ് മോർണിംഗ്. ബുക്ക് വായിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 4 ദിവസം. ഈ ബുക്കാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഓരോ ദിവസവും ഒരു 10 പേജ് വീതമാണ് ഞാൻ വായിക്കുന്നത്. ഇതിൽ ഓരോ സെൻറ്റൻസ് ഉണ്ട്, നമുക്ക് അങ്ങനെ ഭയങ്കര ഇൻസ്പയർ, എന്നും ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കാം നമുക്ക് തോന്നും. As we express our gratitude, we must never forget that the highest appreciation is not to utter words, but to live by them. ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു താങ്ക് യു പറയുന്നത് മാത്രമായിട്ടില്ല. അത് നിങ്ങളെ ഒരാളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ എങ്ങനെ ലിവ് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ ഒരാളോട് ഒരു താങ്ക് യു പറഞ്ഞു, എന്നിട്ട് അയാളൊരു ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞൊരു താങ്ക് യു പറഞ്ഞിട്ട് ബാക്കി വന്നിട്ട് അയാളെക്കുറിച്ച് കുറ്റം പറയുക, അല്ലെങ്കിൽ അവൻ ഇത്രയും ഹെൽപ്പ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു പൈസ നമുക്കിപ്പോൾ ഒരു 100 റുപ്പീസ് അത്യാവശ്യമാണ്, അവൻ്റെ കയ്യിലൊരു 80 റുപ്പീസോ എന്തോ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തെയും 80 തന്നതിന് നമ്മൾ താങ്ക് യു പറഞ്ഞിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ഞാൻ 100 രൂപയാണ് ചോദിച്ചത്, എന്നിട്ട് അവൻ 80 രൂപ മാത്രമേ തന്നുള്ളൂ എന്ന് പറഞ്ഞ് അവനെക്കുറിച്ച് ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവനുള്ള മേ ബി അവൻ്റെ കയ്യിൽ ലാസ്റ്റ് 80 രൂപ എന്തെങ്കിലും ആയിരിക്കും അവൻ നിങ്ങൾക്ക് തന്നത്. സോ എപ്പോഴും താങ്ക് യു പറയുന്നത് മാത്രമല്ലാണ്ട്, അത് വേർഡ്സിൽ പറയുന്നതല്ലാണ്ട് നമ്മളത് ആക്ഷനിലും ഇത് ചെയ്യും. ഇപ്പം നമ്മുടെ പാരൻസിനോടായാലും നമ്മളിപ്പം എന്തെങ്കിലും അവർ മേടിച്ചതുകൊണ്ട് നമ്മൾ അവരോടൊരു താങ്ക് യു പറഞ്ഞ് തിരിച്ച് നമുക്കും മേ ബി ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റൂലായിരിക്കും, മേ ബി നമ്മുടെ കയ്യിൽ പൈസ കാണൂലായിരിക്കും. പക്ഷേ നമ്മളവരെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളവരെ എങ്ങനെ കെയർ ചെയ്യുന്നു, അതിൽ ആ താങ്ക് യുയുടെ ഒരു ഫുൾഫില്ല് അവർക്ക് കിട്ടിക്കാണും. നമ്മൾ താങ്ക് യു എന്ന വേർഡ് പറയുന്നതിൽ ഉപരി ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പം അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമുക്കും ആ ഒരു ഗ്രേറ്റ്ഫുൾ നമ്മളും ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കും. കേട്ടിട്ടില്ലേ, ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ് എന്നൊക്കെ? അത് കറക്റ്റാണ്.